ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് വരുന്ന ഹൃദയത്തിൻ്റെ തകരാറുകൾക്കാണ് കഞ്ചനൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ശരാശരി കേരളത്തിൽ ഏകദേശം 5000 കുട്ടികൾ ഒരു വർഷം ഈ അസുഖം കൊണ്ട് ജനിക്കുന്നുണ്ട്. ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ ഏകദേശം 2-2.5 ലക്ഷം കുട്ടികൾ ഓരോ വർഷവും ഇതുകൊണ്ട് ജനിക്കുന്നുണ്ട്. ഇതിൽ സീരിയസ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഏകദേശം 30%. ഇത് പല തരത്തിലാണുള്ളത്. ഒന്ന്, ചില സിമ്പിളായിട്ടുള്ള ഡിഫക്റ്റുകളുണ്ട്. അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, കുട്ടിയുടെ ഹൃദയത്തിൽ ദ്വാരങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന പോലെ. നമുക്കെല്ലാവർക്കും അറിയാം, ഹൃദയത്തിന് 4 അറകളാണുള്ളത്. നമ്മുടെ അശുദ്ധ രക്തമൊക്കെ റൈറ്റ് ഏട്രിയത്തിൽ വരും. അവിടുന്ന് അത് റൈറ്റ് വെൻട്രിക്കിൾ വന്നിട്ടാണ് ലങ്സിലോട്ട് പോയി ശുദ്ധീകരിച്ചിട്ട് പിന്നെ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നത്. അത് ലെഫ്റ്റ് വെൻട്രിക്കിൾ വന്നിട്ടാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലോട്ടും പോകുന്നത്. വലത്തെ അറകളിൽ അശുദ്ധ രക്തവും ഇടത്തെ അറകളിൽ ശുദ്ധരക്തവുമാണ്. അപ്പോൾ അവർ തമ്മിൽ മിക്സിംഗ് ഇല്ല. അപ്പം ഈ മിക്സി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കിടയിൽ ഭിത്തിയിലുണ്ട്. അപ്പോൾ ഈ ഭിത്തികളിൽ ചെറിയ വരുന്ന ദ്വാരത്തിനെയാണ് നമ്മൾ ഈ ചെറിയ സിമ്പിളായിട്ടുള്ള ഹാർട്ട് ഡിസീസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം മുകളത്തെ അറകൾ ഇടയിലുള്ള ഭിത്തിക്ക് ദ്വാരം വന്നാലാണ് നമ്മൾ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴത്തെ അറയുടെ ഇടയ്ക്ക് വന്ന ദ്വാരത്തിനാണ് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും അമ്മമാർ എൻ്റെ അടുത്ത് ചോദിക്കും, എന്താ ഡോക്ടർ എൻ്റെ കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു അസുഖം വരേണ്ട കാരണം? നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് പലപ്പോഴും ഈ വരുന്ന അസുഖം, ഇങ്ങനത്തെ തരത്തിലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാറില്ല. ഇതൊരു ജനറ്റിക് ഇഷ്യൂ കൊണ്ട് വരുന്നതാണ്. അതൊരു മ്യൂട്ടേഷൻ കൊണ്ടോ അല്ലെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ കാരണം കൊണ്ട് വരുന്ന പല കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം ഇത് വരുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല ഇതുകൊണ്ടാണ് ഇത് വരുന്നതെന്ന്. ചില കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം ഒരു പരിധി വരെ. നമ്മൾ ഫോളിക് ആസിഡ് സമയത്തിന് കഴിക്കുക, അതുപോലെ തന്നെ പ്രോപ്പർ ന്യൂട്രീഷൻ പ്രഗ്നൻസിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക, റുബെല്ല വാക്സിൻ സമയത്തിന് എടുക്കുക, അതുപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മരുന്നുകൾ അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഒരു പ്രിവെൻഷനായിട്ട് നമുക്ക് ഇതിന് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ മെറ്റേണൽ ഡയബറ്റീസ്, അത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചില ഹാർട്ട് ഡിസീസുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺ ദി ഹോൾ നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത ഒരു ഇതുകൊണ്ടാണ് കഞ്ചനൽ ഹാർട്ട് ഡിസീസ് വരുന്നത് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ആ ലെവലിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം ഇതുവരെ ആയിട്ടില്ല. ജന്മനുള്ള ഹൃദ്രോഗങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത്? നമ്മൾ നോക്കുമ്പോൾ പ്രഗ്നൻസിയിൽ തന്നെ ചില അമ്മമാർക്ക് അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഹാർട്ട് പരിശോധിക്കുകയും ഹാർട്ടിന് അസുഖം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ആ പേഷ്യൻസിനെ എനിക്ക് റെഫർ ചെയ്യാറുണ്ട്. അവർ ഞാൻ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യും. ഈ ഫീറ്റൽ എക്കോകാർഡിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എസ്പെഷ്യലി 12 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഹൃദയത്തിന് വൃത്തിക്ക് നമുക്ക് അൾട്രാസൗണ്ട് ചെയ്ത് കാണാനും പറ്റും. അതിലെന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ചില ഹൃദ്രോഗങ്ങൾ നമുക്ക് കുട്ടി ജനിക്കുന്നതിന് മുമ്പേ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പലപ്പോഴും കുട്ടി ജനിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ജന്മന ഉള്ള ഹൃദ്രോഗങ്ങളുള്ള കുട്ടികൾക്ക് വരുന്ന രോഗലക്ഷണങ്ങൾ ചിലതൊക്കെയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറാണ് സാധാരണ കാണുന്നത്. കൊച്ചുങ്ങൾക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ട് വരിക, അതുപോലെ തന്നെ പാല് കുടിക്കുമ്പോൾ കിതയ്ക്കുക, ഒരുപാട് സ്വെറ്റ് ചെയ്യുക, വൃത്തിക്ക് കുട്ടി പാല് കുടിക്കുമെങ്കിലും വെയിറ്റ് വെക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഒരു ഹാർട്ട് ഫെയിലിയർ സിംറ്റംസ് കൊച്ചുങ്ങളിൽ വരുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സിംറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുമ്പോൾ നീല നിറം വരിക. ഇത് ഹൃദയത്തിലെ ശുദ്ധരക്തവും അശുദ്ധരക്തവും കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ വരുന്നതാണ്. ഇതൊരു സീരിയസ് സംഗതിയാണ്. ഇതിന് സൈനോട്ടിക് കഞ്ചനൽ ഹാർട്ട് ഡിസീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത്തരം കുട്ടികൾ നേരത്തെ അസുഖം കണ്ടുപിടിക്കുകയും അവർക്ക് ട്രീറ്റ്മെൻറ്റിന് ആവശ്യമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ കഞ്ചനൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് ഏകദേശം 30%. ആ കുട്ടികളിൽ നമ്മൾ നേരത്തെ അസുഖം കണ്ടുപിടിക്കുകയും അവരെ ചികിത്സിക്കേണ്ടതുമാണ്. പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിലും ഇവർക്ക് ബാഹ്യമായിട്ട് ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ല. ചിലപ്പോൾ വാക്സിനേഷന് പോകുമ്പോഴോ അല്ലെ കുട്ടിക്ക് പനി ജലദോഷമൊക്കെ വരുമ്പോൾ പീഡിയാട്രിഷനെ കാണിക്കുമ്പോൾ ഡോക്ടർ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു മർമർ കേൾക്കാം. അങ്ങനെ ഡോക്ടർ സസ്പെക്റ്റ് ചെയ്തിട്ടാണ് എക്കോയ്ക്ക് ഒരു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് വരുമ്പോൾ ഇങ്ങനൊരു ഹാർട്ട് ഡിസീസ് ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത്. ഈ ജന്മനാളുള്ള ഹൃദ്രോഗങ്ങൾ എങ്ങനെ തിട്ടപ്പെടുത്തുന്നു? അത് ഞാൻ പറഞ്ഞ പോലെ ഈ സിംറ്റംസ് ഉള്ള കുട്ടികൾ പീഡിയാട്രിക് കാർഡിയോളജി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മൾ ഈ കുട്ടികളുടെ പല ടെസ്റ്റുകളും ചെയ്യും. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എക്കോകാർഡിയോഗ്രാഫിയാണ്. ഈ എക്കോകാർഡിയോഗ്രാഫി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ബേസ്ഡ് ടെസ്റ്റാണ്. ഇതിനകത്ത് നമുക്ക് കുട്ടിയുടെ ഹൃദയത്തിന് വൃത്തിക്ക് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അനാറ്റമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു പീഡിയാട്രിക് എക്കോകാർഡിയോഗ്രാമിലൂടെ നമുക്ക് കുട്ടിയുടെ ഹാർട്ട് ഡിസീസിൻ്റെ എല്ലാ ലക്ഷണങ്ങൾക്കും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അതിന് വേണ്ട അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്ലാനിങ്ങും മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസിന് നമുക്ക് CT സ്കാനോ അല്ലെങ്കിൽ കാർഡിയക് കാത്തീറ്ററൈസേഷനോ ചെയ്യേണ്ടി വരും. കാർഡിയക് കാത്തീറ്ററൈസേഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാലിലെ ഞരമ്പിലൂടെ പോയി ഹൃദയത്തിലെത്തി അവിടുത്തെ അറകളിലെ പ്രഷർ നോക്കുകയും നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയിട്ട് അവിടുത്തെ സ്ട്രക്ചറും നോക്കാൻ ചെയ്യുന്ന ടെസ്റ്റാണ് കാർഡിയക് കാത്തീറ്ററൈസേഷൻ. ആ ടെസ്റ്റ് ചില കുട്ടികൾക്ക് ആവശ്യമാണ് ടു ഡിലിനിയേറ്റ് ദി അനാറ്റമി ബെറ്റർ. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ നമുക്ക് എക്കോകാർഡിയോഗ്രാഫിയിലൂടെ ഹാർട്ട് ഡിസീസ് എന്താണെന്ന് തിട്ടപ്പെടുത്താനും അതിന് വേണ്ട ചികിത്സാ ക്രമം നമുക്ക് നിശ്ചയിക്കാനും പറ്റും. പലപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഒരു കുട്ടിക്ക് ഹാർട്ട് ഡിസീസ് വന്നാൽ മറ്റു കുട്ടികൾക്ക് ഇനി വരുന്ന കുട്ടികൾക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ല. ഇപ്പം ഐസൊലേറ്റഡ് ആയിട്ട് വരുന്ന കഞ്ചൽ ഹാർട്ട് ഡിസീസിൽ റിക്കറൻസ് റിസ്ക് അത്ര കൂടുതലല്ല, അത് 2-3%. ഇപ്പോൾ അമ്മയ്ക്കൊരു കഞ്ചൽ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 5-8% റിക്കറൻസ് റിസ്ക് ഉണ്ട്. ഇൻ ജനറൽ ഒന്നിൽ കൂടുതൽ ഫാമിലിയിൽ ഈ ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരേ ടൈപ്പുള്ള ഹാർട്ട് ഡിസീസ് ഉണ്ടെങ്കിൽ റിക്കറൻസ് റിസ്ക് ഏകദേശം ഒരു 8-10%. ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങളല്ലാതെ തന്നെ കുട്ടികൾ വരുന്ന ഹൃദ്രോഗങ്ങൾ ഏതൊക്കെയാണ്? മുമ്പേ പറഞ്ഞ പോലെ കോമൺ ആയിട്ട് കാണുന്ന കഞ്ചൽ ഹാർട്ട് ഡിസീസ് ആണെങ്കിലും അത് കൂടാതെ വരുന്ന രോഗങ്ങൾ, ഒന്ന് കോമൺ ആയിട്ടുള്ളത് റുമാറ്റിക് ഹാർട്ട് ഡിസീസാണ്. ഈ റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന രോഗം ഞാൻ PG ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ കോമൺ ആയിരുന്നു. ബട്ട് നൗ ഫോർ ദി ലാസ്റ്റ് 20-30 years ഇതിൻ്റെ ഇൻസിഡൻസ് കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും ഇത് ഡിറ്റക്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇത് നേരത്തെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കുട്ടികളുടെ വാൽവിന് ഡാമേജ് ആകുകയും അതുകൊണ്ട് മരണപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആസ് എ ഗ്രൂപ്പ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെമ്പാടുമായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 3 ലക്ഷം കുട്ടികൾ എല്ലാ വർഷവും റുമാറ്റിക് ഹാർട്ട് ഡിസീസ് കൊണ്ട് എന്ന രോഗത്തിന് ഇരയാകുകയും ഏകദേശം 10,000 കുട്ടികൾ ഇതുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ കുട്ടികൾ വരുന്ന മറ്റ് ഹൃദ്രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് വേറെ ഞാൻ കാണുന്ന രോഗം എന്ന് പറഞ്ഞാൽ റിതം അബ്നോർമാലിറ്റീസാണ്. എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടുപ്പിൽ വരുന്ന ഇറഗുലാരിറ്റി. ചില കുട്ടികൾക്ക് അത് ഫാസ്റ്റായിട്ട് അൺകൺട്രോളായിട്ട് അടിക്കുന്ന ടാക്കിക്കാർഡിയ എന്ന് പറയും, അത് ഫാസ്റ്റായിട്ട് അടിക്കുന്നത്. അതുപോലെ തന്നെ ചില കുട്ടികൾ അത് സ്ലോ ആയിട്ട് വരും, സാറിനെയും കാട്ടി സ്ലോ ആയിട്ട് അടിക്കും, അതിന് ബ്രാഡിക്കാർഡിയ എന്ന് പറയും. അപ്പോൾ ഇത്തരം രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ട് വരാം, അതിന് വൈറൽ മയോകാർഡൈറ്റിസ് എന്ന് പറയും. അല്ലെങ്കിൽ അത് ഒരു കാരണം കൂടാതെയും പമ്പിങ്ങിനെ എഫക്റ്റ് ചെയ്യാം, അതിന് കാർഡിയോമയോപ്പതി എന്ന് പറയും. ഇതൊക്കെയാണ് കുട്ടികൾ വരുന്ന കഞ്ചൽ ഹാർട്ട് ഡിസീസ് അല്ലാതെ വരുന്ന മേജർ ഹൃദ്രോഗങ്ങൾ.